പാർലമെന്റ് പുക ആക്രമണ കേസിൽ പ്രതികളുടെ മൊഴികൾ തള്ളി പോലീസ്. യാദൃശ്ചികമായ കൂടിച്ചേരലാണ് കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായതെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ്. ഈ വിഷയത്തിൽ സ്പീക്കറെ അനുനയ നീക്കങ്ങൾ പ്രതിപക്ഷം തള്ളുന്നു. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ പ്രസ്താവന നടത്തണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. രാധാകൃഷ്ണനിലേക്ക് പോവാം. ആർ കെ, ഗുഡ് മോർണിംഗ്. ഞാൻ വിചാരിക്കായിരുന്നു ആർ കെ, ഈ സന്തോഷം സമാധാനം എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര സീരിയസ് ആയിട്ടുള്ള വാർത്തയാണെങ്കിലും എത്ര സന്തോഷമുള്ള വാർത്തയാണെങ്കിലും ഒരുപോലെ തന്നെ നല്ല ഊർജ്ജത്തോടു കൂടി കാമായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആർ കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരും അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. ഈ പ്രഭാതത്തിലും ആ രീതിയിൽ തന്നെയാണ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ ആർ കെ? ഞാൻ നിൽക്കുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ്. സുപ്രീം കോടതിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഈ സ്മിതയ്ക്ക് അറിയാവുന്നതുപോലെ ഡൽഹിയിൽ ഇപ്പോൾ ഈ തണുപ്പ് ഈ ദിവസങ്ങളിൽ കൂടി വരികയാണ്. ഒപ്പം അന്തരീക്ഷ മലിനീകരണവും ഡൽഹിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം. നിരവധി മലയാളികളാണ് ഡൽഹിയിൽ പല ജോലികൾക്കായിട്ട് ഉള്ളത്. അവരെല്ലാവരെയും സംബന്ധിച്ച് ഈ ദിവസങ്ങൾ ഒരുപക്ഷെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒക്കെ ആഘോഷ സമയമായതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ, ഇന്ന് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളായതുകൊണ്ട് അവർക്ക് ഈ പള്ളിയിലൊക്കെ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രഭാതം എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോതുകൂടി കൂടുന്ന വിധത്തിലേക്ക് 400 വരെയൊക്കെ എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ദിവസങ്ങൾക്ക് തുല്യമായി വീണ്ടും അത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഡൽഹിയെ സംബന്ധിച്ച് ഈ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇൻഡെക്സ് ആയിട്ട് ഈ വായു മലിനീകരണത്തിന്റെ സൂചിക ഓരോ ദിവസവും ഇങ്ങനെ മറിയുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രതിഷേധത്തിന്റെ സൂചികയും ഡൽഹിയെ സംബന്ധിച്ചും രാജ്യ തലസ്ഥാനത്തെ മറ്റ് പാർലമെന്റിലെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ ശക്തമാകും എന്നൊരു കാഴ്ചയും നമുക്ക് കാണാം. നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് യാദൃച്ഛികമായി ചിലർ ഒത്തുകൂടി നടത്തിയ ഒരു ആക്രമണം, അത് വളരെ നിഷ്കളങ്കമെന്ന രീതിയിൽ ഉള്ള ചില വിവക്ഷകളും വരുന്നുണ്ട്. അതായത് ഒരു അരാജകത്വം സൃഷ്ടിക്കുക എന്നതിലുപരി അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് പ്ലാൻ എ, പ്ലാൻ ബി ഒക്കെ ഉണ്ടായിരുന്നു, കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും മറുവശത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു അനുനയ നീക്കം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ആ പാസ് കൊടുത്ത BJP MP-യെ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യുന്നില്ല? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ അനുനയ നീക്കമൊക്കെ ഫലപ്രദമാവുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസും മറ്റ് ഏജൻസികളും നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിമിനോളജിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ, ഇവയെല്ലാം തേടിക്കൊണ്ടാണ് ഇന്നലെ പോലീസിൻ്റെ ഒരു ഉന്നതതല യോഗം നടന്നത്. ആ യോഗത്തിൽ ഈ ക്രിമിനോളജിസ്റ്റുകൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് നടന്നിരിക്കുന്ന സംഭവത്തിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്. അത് ഭഗത് സിംഗിൻ്റെ പേരടക്കം ദുരുപയോഗം ചെയ്യുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് എന്നതാണ്. ഈ സ്വാഭാവികമായിട്ട് ഉള്ള ഒരു കൂടിച്ചേരൽ, ഒരുപക്ഷെ യാദൃച്ഛികമായിട്ട് വന്നവരാണ് തങ്ങൾ, ഒരു ആശയങ്ങൾ മനസ്സിൽ ഒന്നായതുകൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വന്നതാണ് തങ്ങൾ എന്ന വിധത്തിലേക്ക് ഈ പ്രതികൾ പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ പ്രതികൾ നൽകുന്ന മൊഴികൾ കൂടി ഈ വിധത്തിലുള്ള സൂചനയാണ് നൽകുന്നത് എന്നാണ് ഇവർ ഈ യോഗത്തിന് മുന്നിൽ വെച്ച അഭിപ്രായങ്ങൾ. പോലീസിൻ്റെ ഉന്നത അധികാരികളും ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന സമീപനമാണ് കാണിക്കുന്നത്. കാരണം ഈ ചോദ്യം ചെയ്യുന്ന വേളയിൽ പ്രതികൾ കാണിക്കുന്ന സഹകരണ മനോഭാവം അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന വിധത്തിലാണ് പോലീസിന്റെ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. പലരും ഉന്നത ഉദ്യോഗസ്ഥരാണ്, പല കേസുകളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം പല വിഷയങ്ങളിലും നടത്തിയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ ഈ വിധത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൊഴികൾ, ആ മൊഴികളെ മാത്രം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ലക്ഷ്യം. ഈ മൊബൈൽ ഫോൺ, ഇവരിങ്ങനെ ഈ സഹകരണ മനോഭാവം കാണിക്കുന്ന ആളുകൾ മൊബൈൽ ഫോൺ അടക്കമുള്ളവ തകർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഇവരെയെല്ലാം നിയന്ത്രിച്ചിരിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ മറച്ചു പിടിക്കുക എന്നുള്ള ശ്രമത്തിലാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബന്ധുക്കളുടേത്, ഒപ്പം ഇവരുമായി ബന്ധപ്പെടുന്ന സംഘടനകളുടെ അടക്കമുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കമുള്ളവയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. വരുന്ന ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം തെളിയും എന്ന് അന്വേഷണ ഏജൻസികൾ, അഥവാ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഒരുപക്ഷെ നമുക്ക് അവരിപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് പറയാമെങ്കിലും വിമർശിക്കാമെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ അവരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു.
തുടരുന്നുണ്ട്. നാളെ പാർലമെന്റ് വീണ്ടും ചേരുകയാണ്. പാർലമെന്റിലും ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കപ്പെടും. പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്പീക്കർ നടത്തിയ അനുനയ നീക്കം, ഇന്നലെ അദ്ദേഹം ഒരു കത്ത് എല്ലാ എംപിമാർക്കും നൽകിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന സമീപനത്തെ വിമർശിക്കുന്ന വിധത്തിലായിരുന്നു അത്. ഈ എംപിമാരെ പുറത്താക്കിയതടക്കം ഉള്ള കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കത്ത് തള്ളി നാളെ വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ. ഏതായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഈ പ്രതികളുടെ മൊഴി അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല, വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല പോലീസ്. കാരണം യാദൃശ്ചികമായി അങ്ങനെ കൂടിച്ചേർന്നതാണ് എന്നുള്ള മൊഴി ഉൾപ്പെടെയാണ് ഇതിനകത്ത് പെടുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.